ഹലോ. അപ്പോൾ ഇവർ കണ്ടോ, രാവിലെ തന്നെ നമ്മൾ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഇവരൊന്നും കോഴിക്കോടുള്ളവരല്ല, അനിയത്തി പഠിക്കുന്നത് കോട്ടയത്താണ്. അപ്പോൾ അവളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്നൊക്കെ പിള്ളേരാട്ടോ. അപ്പോൾ ഇവർ കോഴിക്കോടൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ എങ്കിലും ഇവർ ശനിയാഴ്ച രാത്രി എത്തിയേ, പിന്നെ ഞായറാഴ്ച ഒരു ദിവസമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിങ്കളാഴ്ച രാവിലെ അവർക്ക് പോവുകയും വേണം. അപ്പോൾ ഇതവർ റെഡിയൊക്കെ ആയി ഇവർ മിഠായി തെരുവ് കാണാൻ വേണ്ടി പോകുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുലിമൂട്ടിലൊക്കെ പോയി. അതിൻ്റെ വലിയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയായിട്ടാണ് എത്തിയത്. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ ഒരു കാഴ്ചയാണ്. ഇവർ രാവിലെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. അപ്പം രാവിലെ ഒരു 7:15 ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. അപ്പം നമ്മളും തിരക്കാണ്, അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് തന്നെ തിരക്കിട്ട പണിയിലാണ്. അപ്പോൾ പത്തിരിയും ഉരുളക്കിഴങ്ങിൻ്റെ കറിയും മീൻ കറിയാണ് കേട്ടോ കൊടുക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന്. പത്തിരി നമ്മൾ കുറച്ചധികം പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരിനി ട്രെയിനിലൊക്കെ ഇരുന്ന് അവിടെ എത്തണ്ടേ. അപ്പോൾ വിശന്ന് പോകണ്ടെന്ന് കരുതി നമ്മൾ കുറച്ചധികം പത്തിരി ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റായിട്ട് തൊലി കളഞ്ഞ് ഉരുളക്കിഴങ്ങും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത് അത് ഉടച്ചിട്ട് ഈ ഒരു ഉള്ളി വേറെ തന്നെ വഴറ്റി നമ്മളതിലേക്ക് ചേർത്ത് ഇളക്കുക കേട്ടോ ചെയ്യുന്നത്. ഉള്ളി കടുക് വറുത്തിട്ടിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു കുഞ്ഞ കഷ്ണം തക്കാളി, ഇതൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി ചേർക്കില്ല. എന്നിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കരുത്. ആ ഉള്ളി ഒന്ന് കടിക്കാൻ കിട്ടണം, ആ ഒരു പാകത്തിനാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും നല്ല കമ്പനിയായിരുന്നു കേട്ടോ, ഒരേ വൈബുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അവരെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർക്കും കോഴിക്കോട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞ്. അപ്പോൾ ഇനി ഒരു തവണയും കൂടെ നമ്മൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് അധിക സമയം ഇവിടെ ചിലവഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോകുമ്പോൾ നമുക്കൊരു സങ്കടം. കാരണം 2 ദിവസമാണെങ്കിൽ 2 ദിവസം ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി പോകുമ്പോൾ എന്തോ ഒരു പോലെ നമുക്കൊരു സങ്കടം. അപ്പോൾ കറി ഏകദേശം റെഡിയായി. ഇനി ഇതിൽ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും മല്ലിൻ്റെ ഇലയും കറിവേപ്പിലയും കൂടി ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് പത്തിരിൻ്റെ കൂടെ അടിപൊളിയാണ്. പിന്നെ ചിലർ ദോശേൻ്റെ കൂടെയും ഇത് കഴിക്കും. ഈ മസാല ദോശേൻ്റെ ആ ഒരു മസാലയില്ലേ, ആ ഏകദേശം അതേപോലെ ഉണ്ടാവും. അപ്പം കറി റെഡിയായി. പത്തിരി ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ കഴിക്കുന്നതിനനുസരിച്ച് ഞാൻ പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവർ തൃശ്ശൂരാണ് ഇപ്പം ട്രെയിനിങ് നടക്കുന്നത്. അപ്പം ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവർക്ക് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. കാരണം അവരങ്ങ് എത്തുമ്പോഴേക്കും വിശന്ന് പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ പഴം ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ്. പിന്നെ അച്ഛൻ വത്തക്കൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് അച്ഛൻ ചെയ്ത് വെച്ച പണിയാണ്. രാത്രി എല്ലാ ചെരുപ്പും കൂടെ ചാക്കിലിട്ട് വെച്ചത് നായ കൊണ്ടുവന്നതിന്. അപ്പോൾ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു സങ്കടം. അപ്പോൾ ഇനിയും വരാനൊക്കെ പറഞ്ഞിട്ടാട്ടോ പറഞ്ഞയച്ചേ.